ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ എന്ന വിഷയമാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയം നമുക്ക് ചിന്തിക്കാം. നമുക്ക് കണ്ണടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകി തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുകയാണ്. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ സഹായിക്കണം. ഇന്ന് വിശ്വാസത്തിൻ്റെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. കേൾവിക്കാരാകണ മക്കളെ ഓരോരുത്തരും അനുഗ്രഹിക്കണം. അടിനെയും സമർപ്പിക്കും. സകല മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും പലവിധമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പല പ്രതിസന്ധികൾ, പല പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരും. അങ്ങനെ വരുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ചിന്താവിഷയമായി എടുത്ത് പരിശോധിക്കാം. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഒരു വിശ്വാസിയായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള, അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ള ഒരു സഹതാപക്കുറവ്, അവരോടുള്ള മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകുമെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. നമുക്ക് നോക്കാം. മത്തായി 15:23 വാക്യം നമുക്ക് സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു എന്ന് അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. വാസ്തവത്തിൽ കർത്താവ് അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെ അവൾ പറഞ്ഞ വാക്ക് കേട്ടില്ല എന്ന്. വിശ്വാസിയായി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പല ആളുകളും ചിന്തിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒരു സഹതാപക്കുറവ് അവരോട് കാണിക്കുന്ന പല ആളുകളും. പ്രതിമക്കളെ, അത് ഒരു തരത്തിൽ ആ വിശ്വാസിയായി മാറുന്നതിനുള്ള പ്രതിസന്ധിയാണ്. പക്ഷെ ആ പ്രതിസന്ധിയിൽ നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. പല ആളുകളും വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലരും ആ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ അംഗീകരിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ചിലരതിനെ നല്ലപോലെ അംഗീകരിക്കപ്പെട്ടിരിക്കാം. ചില ആളതിനെ വിമർശിക്കാം നമ്മുടെ വിശ്വാസത്തെ. അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൽ നിന്ന് പോലും ചിലപ്പോൾ നമുക്കൊരു ശരിയായ ഒരു കാര്യം ലഭിച്ചു എന്ന് വരത്തില്ല. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ എടുത്തു നോക്കാം. യേശുവിൻ്റെ സ്വഭാവം എടുക്കുമ്പോൾ പല സമയങ്ങളിലും യേശുവിൻ്റെ സംസാരം എന്ന് പറയുന്നത്, അപ്പോൾ യേശുവിൻ്റെ സംസാരം എന്ന് പറയുന്നത് പലപ്പോഴും ഡയറക്റ്റാണ് സംസാരം. ഇപ്പം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ എൻ്റെ അപ്പനും അമ്മയും കുഴിച്ചിടട്ടെ, അല്ല അടക്കിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ് തങ്ങൾ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ എൻ്റെ ഒപ്പം വരിക എന്ന് പറയുന്നു. അതുപോലെ പൗരുഷമെന്ന് തോന്നുന്ന ചില വാക്കുകൾ കർത്താവായ യേശുക്രിസ്തു ഉപയോഗിക്കും. അങ്ങനെ പൗരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാലും നമ്മൾ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. പക്ഷേ മറ്റുള്ളവരെന്താണ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു വാക്ക് മൂലം പിന്മാറി പോകാനൊക്കെ ഇടയായിത്തീരും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ തീരാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ അവഗണന നമുക്ക് ഫീൽ ചെയ്യാൻ തൊക്കെ സാധിക്കും. പക്ഷേ ആ അവഗണന നമ്മൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയായി തീരുവാനൊക്കെ സാധിക്കും. അപ്രകാരം ആ അവഗണനയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നമുക്ക് പോകണമെന്ന് കാണുന്നതൊക്കെ സാധിക്കും. നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ
13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ന്റെ 13 എന്താണ് പറയുന്നത് നമ്മൾ നോക്കാം. അവിടെ പറയുന്നത്, അവൻ തൊടേണ്ടുന്ന ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ അവരെ ശാസിച്ചു. അപ്പോൾ ഇവിടെ ശിശുക്കളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ശിശുക്കളെ തൊടേണ്ടത് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാരുടെ ശാസന കേൾക്കേണ്ടതായിട്ട് വന്നു. ഒരു വിശ്വാസി അല്ലെങ്കിൽ അവർക്ക് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക് വരുന്നവരെ കൊണ്ടുവരുന്ന ശിശുക്കളെ സംബന്ധിച്ച് അവർക്ക് ശാസന കേൾക്കുവാനിട വന്നു. ഒരു അല്ലെങ്കിൽ ഒരു ദൈവവചനമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അവന് മറ്റുള്ളവരിൽ നിന്നും ചിലപ്പോൾ ശാസന ഏൽക്കേണ്ടതായിട്ട് വരും. ആ ശാസന അത് ഒരുപക്ഷെ അവന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പ്രിയ മക്കളെ, അങ്ങനെ ഒരു ശാസന അങ്ങനെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും അത് നമ്മളതിനെ നോക്കേണ്ടതായിട്ടില്ല. പകരം ശാസന അതൊരു ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ ഒരു പ്രതിസന്ധിയാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. ആ പ്രതിസന്ധിയാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള വലിയ ആക്കം കൂട്ടുന്നത്. അപ്പോൾ വെറുതെ ഒരാൾക്ക് ഓടി വന്ന് ആ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രതിമക്കളെ, ആ വിശ്വാസ പരിശോധന പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ മാറിപ്പോകണമെന്ന് അല്ലെങ്കിൽ നമ്മതിനെ ഗണ്യമാക്കേണ്ടതില്ല എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ച സഹതാപക്കുറവ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അധൈര്യപ്പെടുന്ന ചുറ്റുപാടുകൾ. അപ്പോൾ പലപ്പോഴും പല ചുറ്റുപാടുകൾ നമുക്കുണ്ടാകും, അധൈര്യപ്പെടുന്ന ചുറ്റുപാടുകൾ. പക്ഷേ ആ വിശ്വാസം നിലനിൽക്കാൻ തക്കവണ്ണം കഴിയാത്ത ചില ചുറ്റുപാടുകൾ നമുക്കുണ്ടാകുന്ന കാണാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് ലൂക്കോസ് 5-18, ലൂക്കോസ് സുവിശേഷം 5-18-19. ഇവിടെ കാണുന്നത്, അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു അവനെ അകത്ത് കൊണ്ടു ചെന്ന് അവൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ചുറ്റുപാടുകൾ പലപ്പോഴും കർത്താവിനോട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ യേശുവിൻ്റെ അടുത്തേക്ക് ആ പക്ഷവാത രോഗിയെ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും മാറിക്കൊടുത്ത് അവനെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൊണ്ടും സാധിക്കാൻ പറ്റും. പക്ഷേ അവരാരും മാറുന്നില്ല. അവിടെ തന്നെ ഇരിക്കുകയാണ്. പലപ്പോഴും യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ കാരണം യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ കൊണ്ട് കഴിയാതെ ആയിരിക്കുന്നവർ പലരും ഉണ്ട്. അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ കയറി വന്ന് ഒരു വിശ്വാസിയായി മാറുവാൻ കഴിയാതെ വാസ്തവത്തിൽ എന്താണ് അവർ അല്ലെങ്കിൽ അടുത്തേക്ക് വരാൻ കൊണ്ട് കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കണം, ചുറ്റുപാടുകൾ പലപ്പോഴും ഒരു ദൈവബദലായിട്ട് മാറി ഒരു നല്ലൊരു വിശ്വാസിയായി തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാണ്ടൊക്കെ പാരമ്പര്യമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും അവരെ സമ്മതിക്കുന്നില്ല. അവരത് തടഞ്ഞു കളയാണ്. പ്രതിമക്കളെ, അതൊരു വിശ്വാസത്തിൻ്റെ പ്രതിബന്ധമാണെന്ന് കാണാൻ സാധിക്കും. നമ്മൾ നല്ലൊരു വിശ്വാസിയായിട്ട് മാറുമ്പോൾ പാരമ്പര്യമായി വിശ്വസിക്കുന്ന പല ആളുകൾ നമ്മളെ അതിനടുത്തേക്ക് വരുവാനൊക്കെ സാധിക്കത്തില്ല. നല്ല പ്രസംഗം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കും. പലപ്പോഴും അവിടെയൊക്കെയും അവഗണനയും സഹതാപക്കുറവുകളൊക്കെയും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കാതെ തന്നെ അതിനെ ചിന്തിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ്റെ ഗുണം
ദൈവം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം നമുക്ക് നോക്കാം. മർക്കോസ് 5:35. ഇവിടെ കാണുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണി വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ അത് കാര്യം നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തെ കെടുത്തി കളയുന്നവരുണ്ട്. നീ ചെയ്തിട്ട് കാര്യമില്ല, ഇനി നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വിശ്വാസത്തെ കടത്തി കളയുന്ന തരത്തിലുള്ള ഒരു അവിശ്വസിക്കുന്ന ഒരു അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുമ്പോൾ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ സഭയിലുണ്ട്. ആ സഭയിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെയും ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ്, അതൊന്നും നടക്കത്തില്ല, അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ ചിന്തകൾ പറഞ്ഞ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു? അവരതിനെ ഒഴിവാക്കി കളയുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ആ വിശ്വാസം മുന്നോട്ട് പോകുവാൻ്റെ ഗുണം കഴിയാതെ നമ്മൾക്കിത് കുഴഞ്ഞ് വീഴുവാൻ്റെ ഗുണം ഇടുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമതായിട്ട് ഒരു വിശ്വാസിയായി സഭയിൽ കടന്നവൻ ആഗ്രഹിക്കുമ്പോൾ ലെവലേശം സഹതാപമില്ലാതെ ഉള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. രണ്ടാമതായി, അധൈര്യപ്പെടുന്ന ചുറ്റുപാടുകൾ, പാരമ്പര്യമായി വിശ്വസിക്കുന്നവരുടെ അത് നമ്മളെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ്റെ കൊണ്ട് പലപ്പോഴും സാധിക്കാതെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കും. മൂന്നാമതായിട്ട്, നമ്മുടെ സ്നേഹിതന്മാർ പോലും, നമ്മുടെ കൂടെയായിരിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് പോകാൻ നമ്മളെ ശ്രമിക്കാതെ നമ്മളെ തടഞ്ഞു നിർത്താൻ കാണാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടു പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധിയുമായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അവസാനം നമ്മൾ നോക്കാം. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിഹാസികൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 9:24 വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം എൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവിടെ കാണുന്നത്, കുരുടനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണാൻ തൊക്കണം സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 9:24. കുരുടനായിരിക്കുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുരുടൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ പാപിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുക, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി വരുമ്പോൾ പിന്നെ അവനെ വിളിച്ച് കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അപരിഹാസം, അല്ലെങ്കിൽ ദേശത്തിൽ നിന്നും സഭക്കാരുടെ ഇടയിൽ നിന്നും അവന് പരിഹാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതാണ് മറ്റൊരു പ്രതിസന്ധി എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയ മക്കളെ, ആ ഒരു പരിഹാസത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഒരു വിശ്വാസിയായിട്ട് മാറുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ്റെ ഗുണം സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആ തടസ്സങ്ങളൊക്കെയും ദൈവം നമുക്ക് മാറ്റിത്തരുമെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ. 1, സഹതാപക്കുറവ് കൊണ്ടാകുന്നു, അധൈര്യപ്പെടുത്തുന്ന ചുറ്റുപാടുകളുണ്ടാകുന്നു, അവിശ്വസിക്കുന്ന സ്നേഹിതന്മാരുണ്ടാകുന്നു, പിന്നീട് പരിഹാസങ്ങൾ. ഈ 4 കാര്യങ്ങൾ നമ്മൾ തടന്നു പോകരുത്. അപ്പോൾ പരിഹാസങ്ങൾ അത് വളരെ പ്രശ്നമാണ്. കാരണം ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിയായി മാറാൻ ശ്രമിക്കുന്ന ബൈബിൾ വായിക്കുമ്പോൾ, നീ ബൈബിൾ വായന തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകേണ്ട കാര്യമില്ല, ദശാംശം കൊടുക്കുമ്പോൾ അങ്ങനെ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുക, പരിഹസിക്കുക. അത് സഭയിൽ നിന്ന് തന്നെ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെയും സഭയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പല ആളുകൾക്കും
വിശ്വാസത്തിലേക്ക് വരുവാനൊക്കെ കൊണ്ട് പല തലത്തിലുമുള്ള പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് എന്ന് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി അവരെ വളരെയധികം മതിക്കുന്നതായിട്ട് കാണുന്നതൊക്കെ സാധിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ പ്രതിസന്ധികളൊന്നും നമ്മളെ തളർത്തിക്കളയാതെ കർത്താവായ യേശു ക്രിസ്തു രുചിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു വിശ്വാസിയായിട്ട് മാറുവാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരുടെ സഹതാപ കുറവ് വന്നാലും മനസ്സിൽ ഒരേ ഒരു ചിന്ത ഉണ്ടായിരിക്കുക, ഞാൻ വിശ്വാസിയായിട്ടിരിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിട്ട് മാറും, ദൈവവിശ്വാസിയായി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. രണ്ടാമതായിട്ട് ആരെന്നെ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ, എൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരൊക്കെയും എത്ര നിരുത്സാഹപ്പെടുത്തിയാലും ദൈവത്തോട് അടുത്ത് ജീവിക്കാനുള്ള ഒരു വലിയൊരു മനസ്സ് കാണിക്കുവാണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ആ നിശ്ചയദാർഢ്യത്തോടു കൂടി വരുവാനൊക്കെ ഈ ഭാഗത്ത് കാണുവാനൊക്കെ സാധിക്കുന്നു. പിന്നീട് നമ്മളെ അവിശ്വാസത അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? അവിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം, പ്രസംഗിക്കണമെന്ന് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസതയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഉള്ളവർ എന്ത് ചെയ്യും? അത് തെറ്റിച്ചു കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ശരിയായ ഒരു രീതി മുന്നോട്ട് പോകാണ്ടൊക്കെ സാധിക്കത്തില്ല. പ്രിയ മക്കളെ, അതിന് വളരെ വിഭിന്നമായി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാണ്ടൊക്കെ ദൈവം സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള നല്ലൊരു വിശ്വാസിയായിട്ട് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടെ അവസാനമായി നമ്മൾ ചിന്തിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതൊരു തടസ്സമല്ല, പക്ഷേ ഒരു പരിശോധനയാണെന്ന് വേണമെങ്കിൽ പറയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന് 3 മുതൽ 6 വരെയുള്ള വാക്യമായി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം, യോഹന്നാൻ 15-ാമത്തെ അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയവനായവൻ ദീനമായി കിടക്കുന്നെന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവോത്തരൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രയെന്ന് പറഞ്ഞു. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒരു ദൈവികമായ ഒരു കാലതാമസം നേരിടാറുണ്ട്. നമ്മൾ ചില കാര്യങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു വിശ്വാസത്തിൽ പോകുമ്പോൾ പലപ്പോഴും ഒരു കാലതാമസം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ ലഭിക്കാനുള്ള ഒരു കാലതാമസം. നമുക്കത് കാരണം കാലതാമസം വന്നാലും പക്ഷേ അതൊരു പരിശോധനയാണെന്ന് കാണുവാൻ സാധിക്കും. അതൊരു പരിശോധനയാണ്. നമ്മൾ ആ പരിശോധനയെ അതിനെ നന്മയായിട്ട് വിചാരിക്കുക. നന്മയായിട്ട് വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നും നന്മകൾ പ്രാപിപ്പാണ്ടൊക്കെ സാധിക്കുള്ളൂ. അതൊരു തടസ്സമല്ല, പകരം അത് ദൈവികമായ ഒരു പരിശോധനയാണെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവികമായ ഒരു പരിശോധനയിൽ ആയിരിക്കുമ്പോഴും ആ വിശ്വാസത്തിൽ നമ്മുടെ ചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ദൈവികമായ ഒരു തടസ്സം, ഒരു കാലതാമസം അല്ലെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാലതാമസം പലപ്പോഴും നേരിടാറുണ്ട്. ആ 2 കാര്യങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു കാലതാമസത്തിലും നമ്മൾ നമ്മുടെ വിശ്വാസം തളർന്നു പോകാതെ ആ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കണിക പോലും നഷ്ടപ്പെട്ടു പോകാതെ യഥാർത്ഥ ഒരു വിശ്വാസിയായിട്ട് മാറുക. ദൈവത്തിൽ നിന്നുള്ള ഒരിക്കലും നമ്മൾ അകന്നു പോകരുത്. എന്ത് വിഷയങ്ങൾ വന്നോട്ടെ, കാറും കോളും നിറഞ്ഞ ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, പലതരത്തിലുള്ള പ്രതിസന്ധി വന്നോട്ടെ, എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് അത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാണ്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ മുറുകെ പിടിക്കുന്ന ആ അനുഭവം എപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ സത്യസന്ധരായി, വിശ്വസ്തരായി, വിശുദ്ധരായി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ
ദൈവമായി നല്ല അഗാധമായൊരു ബന്ധത്തിൽ ആയിരിക്കാനാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെന്ന് വിജയകരമായ വിശ്വാസത്തെ പോലെ അബ്രഹാം, കാലേബ്, യഹോശാഫത്ത് രാജാവ് ഇവരൊക്കെയും നല്ല വിശ്വാസ ഉടമകളായിരുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരൊക്കെയും നല്ല വിശ്വാസികളായിരുന്നു. അവരൊരിക്കലും തന്നെ പ്രതിബന്ധങ്ങളെ മാറ്റുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം, എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കണം. അവർ രാജാവിൻ്റെ വിഗ്രഹത്തെ അല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കി വെച്ച ആ വലിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാത്തതുകൊണ്ട് അവരെ തീൽ ചൂളയിൽ ഇടുവാൻ കൊണ്ടുപോയി. പക്ഷെ അവരൊരിക്കൽ പോലും ദൈവമേ ആ തീ കൊണ്ട് മാറിപ്പോകണമേ. അവർ പറയുന്നത്, ഞങ്ങളെ എരിയുന്ന തീയിലിട്ടാലും ഇട്ടില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ, രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അതാണ് യഥാർത്ഥ വിശ്വാസം. ബാബിലോണിയ സംസ്കാരത്തിന് കീഴ്പ്പെടുകയില്ല, അവിടുത്തെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾ ഉറച്ച തീരുമാനമാണ്. ആ ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾക്ക് അണുകിട വ്യതിചലിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ ഇടുമായിരിക്കാം, ഇടാതിരിക്കുമായിരിക്കാം, ഇനി എന്ത് വന്നാലും ശരി ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. അതിന് യാതൊരു മാറ്റമില്ല. ഉറച്ച തീരുമാനമാണ്, അതുകൊണ്ട് യാതൊരു മാറ്റമില്ല. ഞങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസം, ആ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കരുത്. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഒരുപക്ഷെ ദൈവിക കാലതാമസം വരെ ആയിരിക്കാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം ലഭിക്കാതിരിക്കാം. പക്ഷെ എങ്കിലും നമ്മളതിനെ ഒരിക്കലും തടർന്നു പോകരുത്, മാറിപ്പോകരുത്. ചിലപ്പോൾ പരിഹസം ഉണ്ടായിരിക്കാം, നിന്ദയുണ്ടായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മൾ തളർന്നു പോകാൻ ഇടവരാതെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെയും ദാവീദിനെ പോലെയും യഹോശാഫത്ത് രാജാവിനെ പോലെയും യോബിനെ പോലെയും അപ്പോസ്തലനായ പൗലോസിനെ പോലെയൊക്കെയുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടാകുവാൻ ഗുണം ദൈവം നമ്മെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം വിരമിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം പിതാവേ. കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളായിരിക്കുന്ന ഓരോ പാതകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് സമ്മതിക്കില്ലേ. ഞങ്ങളുടെ ജീവിതം കർത്താവിൽ സമർപ്പിക്കപ്പെട്ട് നല്ല വ്യക്തികളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെയും തരണം ചെയ്തുകൊണ്ട് ദൈവമുമ്പാകെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ വഴികളിൽ ദൈവം നല്ലവനായി വല്ലവനെ കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.